മനാമ മാർക്കറ്റിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാലേ ഉച്ചയ്ക്കാവും എന്തായാലും. നല്ല ചൂടട്ടോ, ഒരു രക്ഷയില്ല, വേർത്തൊലിക്കാകെ. മനാമ മാർക്കറ്റിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരുപാട് ഹോട്ടലുകളുണ്ട് ഇവിടെ. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബിരിയാണി മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ബിരിയാണി വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഊണ് കിട്ടുന്ന സ്ഥലമൊന്നുമില്ല. മാത്രല്ല ഇവിടുത്തെ ഹോട്ടലുകളൊക്കെ ഭയങ്കര കഴുത്തറപ്പനുള്ള കാര്യം പറയാലോ, ഭയങ്കര പൈസയാ. നമ്മൾക്ക് ഒരു സാധാരണക്കാരന്, മറ്റുള്ളവർക്കൊന്നും കുഴപ്പമില്ല, ഒരു സാധാരണ എംപ്ലോയിക്ക്, ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതൊന്നല്ല ഇവിടുത്തെ ഹോട്ടലിലെ ഫുഡിന്റെ ചാർജുകളൊന്നും. അപ്പൊ ഞങ്ങള് മനാമയിൽ പോയി കഴിഞ്ഞാൽ സാധാരണയായിട്ട് കഴിക്കാറുള്ളത് ഹോട്ടൽ താജിലാണ്. താജ് മനാമ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ ടെമ്പിളിലൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഹോട്ടൽ താജിലാണ് കഴിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും പറഞ്ഞിട്ട് ഹോട്ടൽ താജിലാണോ ഫുഡ് കഴിക്കുന്നത്? താജ് എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, ചെറിയ ഹോട്ടലത്, താജ്മഹൽ റെസ്റ്റോറന്റ്. ഹോട്ടൽ ചെറുതാണെങ്കിലും അവിടുത്തെ ഫുഡ് സൂപ്പറാട്ടാ. നമുക്ക് ആവശ്യമുള്ള സാധനം കറക്റ്റ് ആയിട്ട് ഊണുണ്ടാവും. ഒരു 2 മണി 3 മണി വരെയൊക്കെ ഊണുണ്ടാവും അവിടെ. ബിരിയാണി ഐറ്റംസ് എല്ലാം ഉണ്ടാവും. നല്ല സൂപ്പർ ഫുഡാ. ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതൊന്നല്ല, നല്ല ഫുഡാ എൻ്റെ അനുഭവത്തില് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ എന്നും ഇവിടെ മാർക്കറ്റിൽ വരുന്ന സമയത്ത് എനിക്ക് ചെറിയ ഹോട്ടലിൽ കഴിക്കാറ്. നമുക്ക് അഫോർഡബിൾ പ്രൈസും ആണ്, കൂടുതൽ പൈസയും ഇല്ല. ഉള്ളത് നമ്മുടെ ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്ന വഴിയാണ് അത് കേട്ടാ. താജ്മഹൽ ഗേറ്റ് റെസ്റ്റോറന്റ്, ഹോട്ടൽ താജ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയിട്ട് ഊണ് കഴിച്ചിട്ട് വരാം. നല്ല ഫുഡായിരുന്നു കേട്ടാ. 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഒന്നും വിചാരിച്ചാലും പോണ്ട, ചെറിയൊരു ഹോട്ടല്, നല്ലൊരു ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം കയറിയാൽ മതി. സാധാരണ കഴിക്കുന്ന നമുക്ക് നാടൻ ഭക്ഷണമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് കഴിക്കാം. അതല്ല നമുക്ക് വെറൈറ്റീസ് ഓഫ് ഫുഡ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ വലിയ ഹോട്ടലുകളിൽ തന്നെ പോകണം. അപ്പോൾ നാടൻ ഭക്ഷണം നമ്മുടെ പോക്കറ്റിനനുസരിച്ചുള്ള ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടും ഇങ്ങോട്ട് പോരെ, ഞാൻ ഉറപ്പാണ്.